ലോകത്ത് നോൺ വെജിറ്റേറിയൻ ഫുഡ് അല്ലെങ്കിൽ മാംസാഹാരം നിരോധിച്ച ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. സ്ഥലം മീൻസ് ഇപ്പൊ അമ്പലങ്ങളുടെ ചുറ്റളവിലൊക്കെ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇങ്ങനെ നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ ഒരു എൻറ്റയർ ടൗണിൽ നോൺ വെജ് നിരോധിച്ചിട്ടുള്ള ഒറ്റ സ്ഥലമേ ലോകത്തുള്ളൂ. ടൈംസ് ഓഫ് ഇന്ത്യ പത്രമാണ് അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മളൊരു സ്ഥലത്തേക്ക് ടൂർ പോകുമ്പോൾ നമ്മൾ ആ സ്ഥലത്തെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ആ സ്ഥലത്ത് നല്ല സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ശ്രമിക്കും, ഒപ്പം നമ്മൾ അവിടുത്തെ ഏറ്റവും മികച്ച ആഹാരങ്ങളും ടേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഞാനും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ വെജും നോൺ വെജും ആഗ്രഹിക്കും, നമ്മൾ അതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യും. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന സ്ഥലം അവിടെ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഗുജറാത്തിലെ ഭാവ്നഗർ ഡിസ്ട്രിക്റ്റിലുള്ള പാലിറ്റാന എന്ന് പറയുന്ന ടൗൺ ആണ്. ഇവിടുത്തെ പ്രത്യേകത അവിടെ ജൈനമതക്കാർ കൂടുതൽ. ഈ ജൈനമതക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അവർ വെജിറ്റേറിയൻസ് ആണ്. ഓൾമോസ്റ്റ് 100% പോപ്പുലേഷനും വെജിറ്റേറിയൻസ് ആണ്. വെജിറ്റേറിയൻ മാത്രമല്ല, വെജിറ്റേറിയനിൽ നമ്മൾ കണക്കൂട്ടിയിരിക്കുന്ന നമ്മൾ ഈ മണ്ണിന്റെ അടിയിലൊക്കെ വളരുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതുപോലും അവർ കഴിക്കത്തില്ല. അതെന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസത്തിന് പോലും അവർക്ക് വേദനിപ്പിക്കാൻ താല്പര്യമില്ല. അപ്പൊ മണ്ണിന്റെ അടിയിൽ വളരുന്ന ഈ പറഞ്ഞ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് പോലും അവർ പ്രകൃതിയെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസത്തിനെ വേദനിപ്പിക്കാൻ താല്പര്യമുള്ള രീതിയിൽ അതുപോലും അവർ കഴിക്കില്ല. പിന്നെ പലരും മിൽക്ക് പ്രോഡക്ട്സ് ഒന്നും കഴിക്കത്തില്ല. എഗ്ഗ് കംപ്ലീറ്റ്ലി അവിടെ ബാൻഡാണ് ഈ പറഞ്ഞ പാലിറ്റാന എന്ന് പറഞ്ഞ ടൗണിൽ. ഇതിന്റെ കാരണം ഈ ജൈനമതമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹോളി ഹിൽ അവിടെയുണ്ട്, ഒരു പരിശുദ്ധമായ ആ ഹില്ലിന്റെ അല്ലെങ്കിൽ ആ കുന്നിന്റെ പേര് ശത്രുഞ്ജയ ഹിൽസ് എന്നാണ്. അവിടെ 800ഓളം ടെമ്പിളുകളുണ്ട്, ജൈന ടെമ്പിളുകൾ. ഇത് കഴിഞ്ഞ 900 വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ടെമ്പിളാണ്, മാർബിൾ ടെമ്പിളുകളാണ്. അപ്പൊ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടേക്ക് വരുന്നുണ്ട്. ടൂറിസം ആണ് അവിടുത്തെ പ്രധാന വരുമാന മാർഗം. എന്തായാലും അവിടുത്തെ ഈ ജൈനമത പുരോഹിതന്മാർ 2014 250ഓളം കശാപ്പ് ശാലകൾ അല്ലെങ്കിൽ ബുച്ചർ ഷോപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം നിരോധിക്കണം എന്ന് പറഞ്ഞ് അവർ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു, നിരാഹാരം സ്റ്റാർട്ട് ചെയ്തു. സർക്കാർ അവസാനം വഴങ്ങി അവിടെ കംപ്ലീറ്റ് ആയിട്ട് നോൺ വെജ് നിരോധിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇപ്പോൾ അവിടെ നോൺ വെജ് അവൈലബിൾ അല്ല. നമുക്കൊക്കെ പോയി കാണാൻ പറ്റിയ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഭാവ്നഗർ എയർപോർട്ടാണ് തൊട്ടടുത്തുള്ളത്. ഭാവ്നഗർ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തുണ്ട്. പാലിറ്റാന ആണ് ഈ സ്ഥലത്തിന്റെ പേര്. ലോകത്തിൽ നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് നിരോധിച്ച ഒരേ ഒരു ടൗൺ എന്നാണ് ഇതിനറിയപ്പെടുന്നത്.